അസ്സലാമു എൻ്റെ പേര് അബ്ദുൾ റഹ്മാൻ പൊന്നാശ്ശേരിയാണ് നാട്. ഹജ്ജത്തുൽ വിദായിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുനബിയുടെ മുടി മുറിച്ച് സഹാബാക്കൾക്ക് വീതിച്ചു കൊടുത്തെന്നുള്ളത് ഹദീസ് മുഖേന സ്ഥിരീകരിച്ചതാണോ? ഉണ്ടെങ്കിൽ തിരുനബിയുടെ തലയിൽ നിന്നുള്ള മുടി കോഴിക്കോട് എത്തിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇത് വിശ്വസനീയമാണോ? ഈ മുടി വെള്ളത്തിൽ മുക്കി വിതരണം ചെയ്യുന്നതിൽ ബർക്കത്തുണ്ടെന്ന് പറയുന്നത് ശരിയാണോ? ഈ ചോദ്യം ഈ ആനുകാലിക സാഹചര്യമായതിനാൽ വളരെ വേദനയോടെയാണ് ചോദിക്കുന്നത്. കാരണം 40,000 കോടി മുടിക്ക് ഒരു പള്ളി പണിയുന്നതിനുള്ള ഹിക്മത്താണോ അതോ നബിയെ സ്നേഹിക്കുന്നതാണോ എന്ന് വേദനയോടെ കൂടിയാണ് ചോദിക്കുന്നത്. ഇസ്ലാമിക പ്രബോധകർക്ക് ഒരു പുതിയ വിഷയം കൂടി ഉണ്ട്. നബിന്റെ മുടിയാണ് ഇപ്പോഴത്തെ വിഷയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി, പ്രവാചകന്റെ ശരീരം, പ്രവാചകന്റെ ശരീരഭാഗങ്ങൾ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ശരീരത്തെയും ആദർശത്തെയുമെല്ലാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ സഹാബിമാരാണ്. ആ സഹാബിമാരിൽ നിന്ന് മതം പിന്തുടർച്ചയായി ലഭിച്ചിട്ടുള്ള ആളുകൾ തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ എന്തെങ്കിലും അവശേഷിപ്പിച്ചിരുന്നുവെങ്കിൽ അത് തീർച്ചയായും നമുക്ക് ലഭിക്കേണ്ടിയിരുന്നത് ആ ചുറ്റുപാടിലായിരുന്നു. അഥവാ മക്കയിലോ മദീനയിലോ ആ ചുറ്റുപാടുകളിൽ എവിടെയെങ്കിലും എല്ലാം ആകുമായിരുന്നു. പ്രവാചക ശിഷ്യന്മാരും ആ ശിഷ്യന്മാരുടെ പിന്മുറക്കാരും അതിന്റെ പിന്മുറക്കാരും അതിന്റെ പിന്മുറക്കാരുമെല്ലാം ജീവിച്ച സ്ഥലങ്ങളിൽ. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം അവിടെ അവർ സൂക്ഷിച്ചു വെച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ സ്വഹാബിമാരും താബികളും താബികളും എല്ലാം അത് ചെയ്യുമായിരുന്നു. അത് തലമുറകളായി സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്തതായി തെളിവുകളൊന്നുമില്ല. ഇപ്പോൾ ഉണ്ട് എന്ന് പറയുന്ന മുടി സനതുള്ള മുടി എന്നാണ് പറയുന്നത്. അഥവാ തലമുറകളായി 20ഓളം തലമുറകളെ രേഖപ്പെടുത്തപ്പെട്ട മുടിയാണ് എന്ന് പറയപ്പെടുന്നു. യഥാർത്ഥത്തിൽ അടിസ്ഥാനരഹിതമാണ് ഈ വാദം. സനദ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടതാണ്. ഹദീസുകളുടെ സനദ് 3 തലമുറകൾ. ആ 3 തലമുറകളിലുമുള്ള ഓരോ തലമുറയിലുമുള്ള ആളുകൾ അവരുടെ സത്യസന്ധത ഉറപ്പാക്കുന്ന ജീവചരിത്രം കൂടി ഉൾക്കൊള്ളുമ്പോഴാണ് സനദ് പൂർണ്ണമാകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 20 തലമുറയിൽ ആയിട്ട് മാറി വന്ന ഒരു സാധനമാണെങ്കിൽ ഈ രൂപത്തിൽ ഓരോ തലമുറയിലുമുള്ള ആളുകളുടെ സത്യസന്ധത വെളിവാക്കുന്ന ചരിത്രം കൂടി ഉപലബ്ധമായാൽ മാത്രമേ അതിന് സനദുണ്ട് എന്ന് പറയാൻ സാധിക്കുള്ളൂ. അതല്ലാതെ എനിക്കും ഒരു മുടി വെച്ചിട്ട് പ്രവാചകൻ എന്നൊരു 20 തലമുറന്റെ പേരുണ്ടെങ്കിൽ എനിക്ക് എഴുതിണ്ടാക്കാം, ഇയാളിന്ന് ഇയാൾക്ക് കിട്ടി, ഇയാളിന്ന് ഇയാൾക്ക് കിട്ടി, ഇയാളിന്ന് ഇയാൾക്ക് കിട്ടി, ഇയാൾക്ക് കിട്ടി, അവസാനം എനിക്കും കിട്ടി. അത് എഴുതിണ്ടാക്കാൻ പ്രയാസമില്ല. പക്ഷേ സനദുണ്ട് എന്ന് പറയാൻ കഴിയപ്പെടാണ് ഈ 20 തലമുറയിലും കിട്ടി എന്ന് പറയുന്ന ഓരോരുത്തർക്കും കിട്ടിയതായി തെളിവുണ്ടാവുകയും ആ തെളിവ് ഓരോരുത്തരും ഓരോ തലമുറയിലുമുള്ള ആളുകളുടെ സത്യസന്ധത പരീക്ഷിച്ച് പഠിക്കാൻ കഴിയുന്ന കൃത്യമായ ചരിത്രമുണ്ടാവുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അതിനാണ് സനദ് എന്ന് പറയുക. അതല്ലെങ്കിൽ മറ്റേത് വെറും പരമ്പര എന്ന്, കേവല പരമ്പര എന്നാ പറയുള്ളൂ. അങ്ങനെ സനദോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരവശിഷ്ടവും ബാക്കിയായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പറയുന്നതെല്ലാം കേവല തട്ടിപ്പാണ്. ഇസ്ലാമികമായി അതിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടെങ്കിൽ ഈ ഞാൻ പറഞ്ഞ സൂക്ഷ്മതയോടുകൂടി പ്രവാചകന്റെ ഒരു വാക്കെങ്കിലും തെറ്റാത്ത രൂപത്തിൽ തലമുറകളായി സംപ്രേഷണം ചെയ്യപ്പെട്ട പ്രവാചകന്റെ വചനങ്ങളെപ്പോലെ പ്രവാചകന്റെ ഈ രൂപത്തിലുള്ള അവശിഷ്ടങ്ങൾ സംരക്ഷിക്കുമായിരുന്നു. അങ്ങനെ സംരക്ഷിക്കപ്പെട്ടതായി ഇസ്ലാമിക ചരിത്രത്തിലെവിടെയും തെളിവുകൾ കാണുന്നില്ല എന്നുള്ളതാണ്.